Hi everyone, wish you all a fabulous and fantastic day. How are you doing? How is the weather over there? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ നന്നായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതേ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുക. ഓക്കെ, ഐ എം ഡൂയിങ് വെൽ, താങ്ക് യു. Yeah, it's boiling hot here. It is scorching today. ഇന്ന് നല്ല ചൂടാണ്. It is scorching. Okay. Yes. Right. Then today we will study how to make a request in English. Okay. How can we make request in English? How can we make request in English? Okay. Then ഇപ്പോൾ നമുക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് പണം ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോടോ എങ്ങനെയാണ് നമുക്ക് കുറച്ച് പൈസ ചോദിക്കാം ഇംഗ്ലീഷിൽ? ഓക്കെ, അപ്പം അതിനുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഈ ബോർഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ, ഗിവ് മീ സം മണി. ഗിവ് മീ സം മണി. രണ്ടാമത്തത്, അപ്പോൾ ഗിവ് മീ സം മണി എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അല്പം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം തരുമോ എന്നാണ്. ഗിവ് മീ സം മണി അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം താ. ഓക്കെ, അപ്പോൾ പണം തരൂ, ഗീവ് മീ സം മണി. അപ്പോൾ അതിന് മലയാളം ഞാനിവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ വീഡിയോ കേട്ടിട്ട് നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആ നോട്ട് എഴുതുമ്പോൾ മലയാളം സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിൽ യു ലെൻഡ് മീ സം മണി. വിൽ യു ലെൻഡ് മീ സം മണി. അപ്പോൾ ഈ 8 റിക്വസ്റ്റിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പല രീതിയിൽ ഇംഗ്ലീഷ് ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മളുടെ ആവശ്യം? എന്താ നമ്മളുടെ റിക്വസ്റ്റ് എന്താണ്? അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക, അല്ലേ? അപേക്ഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ വളരെ പൊളൈറ്റായിട്ട് നമുക്ക് ഒരാളോടൊരു കാര്യം ചോദിക്കാം, അല്ലേ? വളരെ വിനയത്തോടെ ചോദിക്കാം. ഇനി അതല്ല അല്പം റൂഡ് ആയിട്ടും ചോദിക്കാം, അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ സെർവൻറ്റിനോട് ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ മാനേജറിനോട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ പെരുമാറുന്ന രീതികൾ, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ റിക്വസ്റ്റ് നടത്തുന്നതിൽ തന്നെ നമുക്ക് 8 രീതിയിൽ ചോദിക്കാം. മിനിമം 8 രീതിയിലെങ്കിലും ചോദിക്കാം. ഞാൻ എല്ലാം എഴുതിയിട്ടില്ല. നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള കുറച്ചെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും നമ്മളുടെ എന്താ പറയുക, പൊളൈറ്റ്നെസ് കൂടി വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഒന്നാമതെന്ന് പറയുമ്പോൾ അല്പം ലീസ്റ്റ് പൊളൈറ്റ് ആണ്, അല്പം പൊളൈറ്റ്നെസ് കുറവാണ്. ഓക്കെ, അപ്പോൾ 8ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വളരെ വിനയത്തോടെ ചോദിക്കുന്ന രീതിയിലേക്ക് വരും. മനസ്സിലായോ? നോക്കൂ, രണ്ടാമത്തത്, വിൽ യു ലെൻഡ് മീ സം മണി. പ്ലീസ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, വിൽ യു ലെൻഡ് മീ സം മണി പ്ലീസ്. ഓക്കെ, അപ്പോൾ എനിക്ക് അല്പം പണം, എനിക്ക് കുറച്ച് പണം തരുമോ? സം മണി, കുറച്ച് പണം. ഓക്കെ, അപ്പോൾ ഈ ലെൻഡിൻ്റെ മീനിങ് എന്താണ്? ലെൻഡ്, LEND. ഓക്കെ, ലെൻഡ് മീൻസ് ഗീവ് സംതിങ് ടു സംവൺ. അപ്പോൾ ലെൻഡിൻ്റെ മീനിങ് എന്താണ്? ഓർത്ത് വെക്കുക, ഗീവ് ആണ്. ഓക്കെ, അത് ഓർക്കുക. ഗീവ് സംതിങ് ടു സംവൺ. ഗീവ് സംതിങ് ടു സംവൺ, അതാണ് ഈ ലെൻഡിൻ്റെ മീനിങ്. ഓക്കെ, ക്യാൻ യു ലെൻഡ് മീ സം മണി. അപ്പോൾ നമ്മൾ വില്ല് മാറ്റിയിട്ട് ക്യാൻ എടുത്തു. ക്യാൻ യു ലെൻഡ് മീ സം മണി പ്ലീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, കുഡ് യു ലെൻഡ് മീ സം മണി പ്ലീസ്. കുഡ് യു ലെൻഡ് മീ സം മണി പ്ലീസ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് കേട്ട് പരിചയമുള്ള സെൻറ്റൻസുകളായിരിക്കും ഈ 3ാമത്തതും 4ാമത്തതും, അല്ലേ? അപ്പോൾ നമുക്കിത് ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ 8 എണ്ണം ഉള്ളതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, തന്നെ നമ്മൾ ഇതാണ് സ്ഥിരം യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരാൾ നമ്മളോട് ഇപ്പോൾ വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി എന്ന് ചോദിക്കുമ്പോൾ നമ്മളാകെ അന്താളിച്ച് പോകരുത്. അതുകൊണ്ടാണ് എല്ലാം എഴുതിയത്. ദെൻ വുഡ് യു ലെൻഡ് മീ സം മണി. വുഡ് യു ലെൻഡ് മീ സം മണി. ഓക്കെ, ഡു യു തിങ്ക് നിങ്ങൾ കരുതുന്നുണ്ടോ? യു കുഡ് ലെൻഡ് മീ സം മണി, എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ട്രാൻസ്ലേഷൻ എടുക്കണ്ട.
അപ്പോൾ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണെന്ന് മാത്രം കരുതുക, എന്നിട്ട് പഠിക്കാം. അപ്പോൾ ഡു യു തിങ്ക് യു കുഡ് ലെൻഡ് മീ സം മണി? ആറാമത്തെ നോക്കൂ, ഐ വണ്ടർ. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിൽ. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ സം മണി. ഐ വണ്ടർ ഇഫ് യു കുഡ് ലെൻഡ് മീ സം മണി. ഓക്കെ, ദെൻ വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി? അപ്പോൾ ഈ വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒക്കെ ലെൻഡാണ് യൂസ് ചെയ്തത്. പക്ഷേ ഈ ഏഴാമത്തത് എത്തുമ്പോഴേക്കും ലെൻഡിങ് വന്നു, ശ്രദ്ധിക്കണം അവിടെ കേട്ടോ. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ, അതായത് ഈ ലെൻഡാണ് നമ്മളുടെ വെർബ്. ഓക്കെ, അപ്പോൾ ഈ ലെൻഡിൻ്റെ ING കൊടുക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് ലെൻഡിൻ്റെ 3 ഫോംസ് ഏതാണ്? ലെൻഡിൻ്റെ പ്രസൻറ്റ് ഫോമാണ് LEND, പിന്നെ LENT ആണ് വരിക, പാസ്റ്റ് ഫോം. ഗേവ് എന്നുള്ള അർത്ഥം വരും, തന്നു. ഓക്കെ, ഇപ്പോൾ ലെൻഡ് അല്ലെങ്കിൽ കൊടുത്തു എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ലെൻഡ്. ഇനി മൂന്നാമത്തെ വെർബ് ഫോം ഏതാണ് ലെൻഡിൻ്റെ? ലെൻഡ്. അപ്പോൾ ഐ ഹാവ് ലെൻഡ് ഹിം സം മണി, ഞാൻ അവന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാവ് ലെൻഡ്, ഹാസ് ലെൻഡ്, ഹാഡ് ലെൻഡ്. ഈ മൂന്നാമത്തതിന് അവിടെയാണ് നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിക്കുക. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ലെൻഡ് ഹിം സം മണി. ഐ ഹാവ് ലെൻഡ് ഹിം സം മണി. ഐ ഹാവ് ലെൻഡ് ഹിം സം മണി എന്ന് പറഞ്ഞതാ, അവന് ഞാൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഐ ഹാവ് ലെൻഡ് ഹിം സം മണി. ക്ലിയർ? അപ്പോൾ അത് മൂന്നാമത്തെ, അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം, ഈ വെർബ് ഫോംസ് ഒക്കെ. അപ്പോൾ ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ING വന്നതുകൊണ്ട് ഞാനതൊന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ING ഫോമാണിത്, ഈ ലെൻഡ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം, ലെൻഡിങ്. ഓക്കെ, അപ്പം വുഡ് യു മൈൻഡ് വരുമ്പോൾ അതൊരു റൂളാണ്. വുഡ് യു മൈൻഡിന് ശേഷം വെർബിൻ്റെ ING കൊടുക്കണം. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. അപ്പോൾ ഈ വുഡ് യു മൈൻഡിൻ്റെ മലയാളം എന്താണ്? നിങ്ങൾക്ക് വിരോധമുണ്ടോ? അതായത് നിങ്ങൾക്ക് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് എന്തിനാണ്? ലെൻഡിങ് മീ സം മണി, എനിക്ക് അല്പം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം തരുന്നതിൽ. ലെൻഡിങ് മീ സം മണി, എനിക്ക് അല്പം പണം തരുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? അതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഡു യു മൈൻഡ്. ഇനി വുഡ് യു മൈൻഡ് ആയാലും ഡു യു മൈൻഡ് നമുക്ക് യൂസ് ചെയ്യാം. വുഡ് യു മൈൻഡിന് പകരം ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് ലെൻഡിങ് മീ സം മണി. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ കേട്ടോ. എനിക്ക് കുറച്ച് പണം തരുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് പഠിച്ചോളൂ. അതായത് I would choose these 3, 4 and 7. അപ്പോൾ these 3 sentences I like. ഓക്കെ, അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 3 സെൻറ്റൻസുകളാണ്. അത് നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിച്ചാൽ മതി. ഇതിലേത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ആകുമ്പോൾ നമ്മൾ ക്യാൻ വെച്ച് വയ്ക്കും. നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോട് അത്ര ഒരു ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ലാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്യാനൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് വളരെ വിനയത്തോടെ സംസാരിക്കേണ്ടടുത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുഡ് യൂസ് ചെയ്യാം, വുഡ് യു മൈൻഡ് പറയാം, ഡു യു മൈൻഡ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചോയ്സ്. ഇറ്റ് ഈസ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു യു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പല എക്സ്പ്രഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഒരു 2 പുതിയ വേർഡെങ്കിലും ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് മനഃപൂർവ്വം ഉൾക്കൊള്ളിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റിക്വസ്റ്റ് നടത്താൻ വേണ്ടി പഠിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല. അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു 2 വേർഡെങ്കിലും പുതിയതായിട്ട് പഠിക്കണം. പിന്നെ പുതിയ എക്സ്പ്രഷൻസ് പഠിക്കണം അല്ലേ? ശൈലികളൊക്കെ ഇംഗ്ലീഷിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശൈലികളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ സെക്കൻഡ് വീഡിയോയിലാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടില്ലേ, നല്ല മഴ പെയ്യുന്നു എന്നുള്ളതിന് നമ്മളൊരു ഇഡിയം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? നല്ല മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ ഇത്? ഇറ്റ്സ് റെയിനിങ് ഹെവിലി എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് വളരെ നാച്ചുറൽ ആവും, ബ്യൂട്ടിഫുൾ ആവും. 6ലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, 5 ക്വസ്റ്റ്യൻ തരുവാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യണം. ഞാൻ ഇതിൻ്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തത്, ആസ്ക് യുവർ സെർവൻറ്റ് to buy some milk
അപ്പോൾ എനിക്ക് സെർവൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയരുത്. ആസ്ക് യുവർ സെർവൻറ്റ് ടു ബൈ സം മിൽക്ക്. അപ്പോൾ സെർവൻറ്റിനോട് മിൽക്ക് പാല് വാങ്ങുവാൻ നിങ്ങൾ പറയണം. അത് അവർ റിക്വസ്റ്റ് നടത്തണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 8 പഠിച്ചല്ലോ. അത് ഏതെങ്കിലും ഓർത്തിട്ട് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്ത വീഡിയോയിൽ തരാം. ഓക്കെ, നൗ ആസ്ക് യുവർ അങ്കിൾ to lend you his umbrella. അദ്ദേഹത്തിൻ്റെ കൂടെ ആവശ്യപ്പെടണം. അതിനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കണം? ഓക്കെ, മൂന്നാമത്തത് ആസ്ക് യുവർ ലിറ്റിൽ ബ്രദർ to lend his bicycle. നാലാമത്തത് ask your father to post a letter. ഫിഫ്ത്ത് വൺ ഇതും കൂടി എഴുതേ. ask your mother to recharge your phone.